بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين، ما بعد. قال الإمام النجدي رحمه الله: باب من هزل بشيء فيه ذكر الله وفيه ذكر الله أو القرآن أو الرسول. باب من هزل، أي هزل بمعنى استهزأ. من هزل بشيء فيه ذكر الله أو القرآن أو الرسول. ബാബ് മൻ ഹസല ഐ ഇസ്തഹ്സഅ. ആരെങ്കിലും ഒരു കാര്യത്തെ പരിഹസിച്ചാൽ ആ കാര്യത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച ദിക്റോ അല്ലെങ്കിൽ ഖുർആനെ സംബന്ധിച്ചതോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, ആ കാര്യത്തെ ഒരുവൻ പരിഹസിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബാബ്. ഫഹുവ കാഫിർ, ഫഹുവ കാഫിറുൻ ബിൽ ഇജ്മാ. ആ വ്യക്തി കാഫിറാണെന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. ഇസ്തിഹ്സാ എന്നുള്ളത് നാവ് കൊണ്ട് സംഭവിക്കാം, മറ്റ് അവയവങ്ങളെ കൊണ്ട് സംഭവിക്കാം, മനസ്സുകൊണ്ട് സംഭവിക്കാം. അല്ലാഹുവിനെയോ അവന്റെ ദീനിനെയോ അവന്റെ ഖുർആനെ അവന്റെ റസൂലിനെ ശർഈയായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തെ ആരെങ്കിലും പരിഹസിച്ചാൽ, അതിനെ കളിയാക്കിയാൽ, അതിനെ തമാശയാക്കിയാൽ അവന് കാഫിറാണ്. അതൊരു വ്യക്തി അവന്റെ നാവ് കൊണ്ട് കളിയാക്കിയാലും ശരി, മറ്റ് അവയവങ്ങളെ കൊണ്ട് കളിയാക്കിയാലും ശരി, ഇനി ഹൃദയം കൊണ്ട് പരിഹസിച്ചാലും ശരി. ഇപ്പൊ കിതാബ് തൗഹീദുമായി ബന്ധപ്പെട്ട് ഈ ബാബുമായിട്ടുള്ള യോജിപ്പ് എന്താണ്? അന്നൽ ഇസ്തിഹ്സാ നാഖിദുൻ ലികമാലി തൗഹീദ് വമുസബ്ബിബുൻ ലിഫസാദി തൗഹീദ്. ഇപ്പൊ ദീനിനെ പരിഹസിക്കുക എന്നുള്ളത് അവന്റെ തൗഹീദിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതാണ്. ഇസ്ലാമിൽ നിന്ന് അവന് പുറത്തു പോകും, അവന്റെ തൗഹീദ് അതോടുകൂടി ഫസാദാവും, പൂർണ്ണമായും തൗഹീദിനെ ഇല്ലാതാക്കും. ലിഅന്ന തൗഹീദ മബ്നിയുൻ അലാ തഅദീം. തൗഹീദ് എന്നുള്ളത് തഅദീമിന്റെ മേലെ സ്ഥാപിക്കപ്പെട്ടതാണ്. അല്ലാഹുവിനോടുള്ള തഅദീം, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുക എന്നതിൽ മേലെ സ്ഥാപിക്കപ്പെട്ടതാണ് തൗഹീദ്. അള്ളാഹുവിനെ ഒരുവൻ പരിഹസിച്ചു അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനൊരുത്തൻ പരിഹസിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ എന്തായി? ദീനിനോടുള്ള, അള്ളാഹിന്റെ ദീനിനോടുള്ള തഅദീം ഇല്ലാതായി എന്നർത്ഥം. അത് നഷ്ടപ്പെട്ടു, തൗഹീദ് നഷ്ടപ്പെട്ടു. ഫബിദാലിക യക്ഫുർ അൽ മുസ്തഹ്സിഉ. അതുകൊണ്ട് ഒരു പരിഹസിക്കുന്നവൻ, ദീനെ പരിഹസിക്കുന്നവൻ കാഫിറായി തീരും. ഫഹുക്മുൽ ഇസ്തിഹ്സാ ബിദ്ദീൻ ഔ ബിശൈഇൻ മിനദ്ദീൻ കുഫ്റുൻ. ഇപ്പൊ ദീനിനെ പരിഹസിക്കുക അല്ലെങ്കിൽ ദീനിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ അത് കുഫ്റാണ്. മൻ ഇസ്തഹ്സഅ ബില്ലാഹ് ഔ ബികിതാബിഹി ഔ ബിറസൂലിഹി ഔ ബിദീനിഹി കുഫ്റുൻ വലൗ ഹാസിനൻ ലം യഖ്സുദ് ഹഖീഖതൻ. ഇപ്പോൾ തമാശയായിട്ട് ചെയ്താണ് ആണെങ്കിൽ പോലും അല്ലാഹുവിനെയോ അവന്റെ ദീനിനെയോ അവന്റെ കിതാബിനെ അവന്റെ റസൂലിനെ പരിഹസിച്ചാൽ തമാശയായിട്ടാണെങ്കിലും കാഫിറായിത്തീരും. ഇനി അവന്റെ തൗബയുമായി ബന്ധപ്പെട്ട് ഉലമാക്കൾക്കിടെ രണ്ടഭിപ്രായമുണ്ട്. അതായത് ദീനെ പരിഹസിച്ച ഒരുവൻ അവന്റെ തൗബ സ്വീകരിക്കപ്പെടുമോ? അല്ല, അവന്റെ അല്ലാഹു തആലയെ സബ്ബ് ചെയ്ത ഒരുവൻ, അല്ലാഹുവിനെ ചീത്ത പറഞ്ഞ ഒരുവൻ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ ചീത്ത പറഞ്ഞവൻ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ കിതാബിനെ ചീത്ത പറഞ്ഞവൻ, അവന്റെ തൗബ സ്വീകരിക്കപ്പെടുമോ? ഇത് ചെയ്തതിനു ശേഷം അവൻ തൗബ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ തൗബ സ്വീകരിക്കുമോ? ഇവിടെ ഉദ്ദേശം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുമോ എന്നുള്ളതല്ല, നേരെ മറിച്ച് നമ്മളുടെ അടുക്കൽ, ഇപ്പൊ ഭരണാധികാരികളുടെ അടുക്കൽ അത് സ്വീകരിക്കപ്പെടുമോ? ഉലമാക്കൾക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്.
ഒന്നാമത്തെ അഭിപ്രായം അന്നഹ ലാ തുഖ്ബൽ, അവന്റെ തൗബ സ്വീകരിക്കപ്പെടുകയില്ല. അതാണ് ഒന്നാമത്തെ അഭിപ്രായം. അതാണ് ഹംബലി മദ്ഹബിൽ ഏറ്റവും അറിയപ്പെട്ട അഭിപ്രായം. ഹംബലി മദ്ഹബിൽ ഏറ്റവും മഷഹൂറായ അറിയപ്പെട്ട അഭിപ്രായം അവന്റെ തൗബ സ്വീകരിക്കപ്പെടുകയില്ല. അതിനവർ പറയുന്നൊരു കാരണം ഇന്ന ഹാദിഹി അർജിദ്ദ അംറുഹ അദീം വകബീർ ലാ തൻഫഉ ഫീഹ തൗബ. ഈ പ്രവൃത്തി റിദ്ദത്താണ്, അത് വളരെ ഗുരുതരമായ കാര്യമാണ്. അതുകൊണ്ട് തൗബ അവന് ഉപകാരപ്പെടുകയില്ല. അവൻ തൗബ ചെയ്താൽ അവന്റെ തൗബ സ്വീകരിക്കപ്പെടുകയില്ല. അതാണ് ഒരു വിഭാഗം ഉലമാക്കളുടെ അഭിപ്രായം. അൽ ഖൗലു സാനി, രണ്ടാമത്തെ അഭിപ്രായം അന്നഹ തുഖ്ബൽ, അവന്റെ തൗബ സ്വീകരിക്കപ്പെടും. അവന്റെ തൗബ സ്വീകരിക്കപ്പെടും. ഇദാ അലിംന സിദ്ഖ തൗബതിഹി ഇലല്ലാഹ് വഅഖറ അലാ നഫ്സിഹി ബിൽ ഖതാ. അവനവന്റെ തൗബ സത്യസന്ധമായ തൗബയാണ്, അള്ളാഹുവിലേക്ക് സത്യസന്ധമായി കൊണ്ടാണ് അവൻ തൗബ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ തന്റെ തെറ്റിനെ അവൻ അംഗീകരിക്കുന്നു, തെറ്റ് സമ്മതിക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവന്റെ തൗബ സ്വീകരിക്കപ്പെടും. ഇതാണ് രണ്ടാമത്തെ വിഭാഗം ഉലമാക്കളുടെ അഭിപ്രായം. വദാലിക ലിഉമൂമിൽ അദില്ലത്തി ദാല അലാ ഖബൂലി തൗബ. അതിന് തെളിവായി കൊണ്ടവർ പറയുന്നത് തൗബ സ്വീകരിക്കപ്പെടുന്നതിന് പൊതുവായിട്ടുള്ള തെളിവുകളാണ്. ഖിയാമത്ത് നാൾ വരെയും തൗബയുടെ വാതിലുകൾ അല്ലാഹു തആല തുറന്നിട്ടിരിക്കുന്നു. അങ്ങനെയുള്ള പൊതുവായിട്ടുള്ള തെളിവുകളാണ് ഈ വിഭാഗം ഉലമാക്കൾ ഇതിന് പറയുന്നത്. വസ്സഹീഹു അൽ ഖൗലു സാനി, രണ്ടാമത്തെ അഭിപ്രായമാണ് ഇതിൽ ഏറ്റവും സഹീഹായിട്ടുള്ളത്. അവന്റെ തൗബ സ്വീകരിക്കപ്പെടും. പക്ഷേ ഇല്ല അൻ സാബർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുഖ്ബൽ തൗബതുഹു വയജിബു ഖത്ലുഹു ബിഖിലാഫി മൻ സബ്ബല്ലാഹ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഒരുവനെ ആക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ അല്ലാഹുവിനെയാണ് ചീത്ത പറയുന്നതെങ്കിൽ ഈ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒന്ന് സ്വീകരിക്കും, സ്വീകരിക്കപ്പെടില്ല. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഒരുവൻ ആക്ഷേപിക്കുന്ന, ഒരുവൻ ചീത്ത പറയുന്നതെങ്കിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായം അവന്റെ തൗബ സ്വീകരിക്കപ്പെടും, പക്ഷേ അവനെ വധിച്ചു കളയൽ വാജിബാണ്. അവന്റെ തൗബ സ്വീകരിക്കും, പക്ഷെ അവന്റെ മേലെ ശിക്ഷ നടപ്പിലാക്കണം ദുനിയാവില്. ഇപ്പൊ വലിയുൽ അംറ് അവനെ കൊലപ്പെടുത്തണം. എന്നാൽ അല്ലാഹു തആലയെ സബ്ബ് ചെയ്താൽ അവന്റെ തൗബ സ്വീകരിക്കപ്പെടും. അതേ പക്ഷേ അവനെന്തിനാ കൊലപ്പെടുത്തുകയില്ല. അവിടെ അള്ളാഹുവിന്റെ ഹക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്കിനേക്കാളും താന്ന ഹക്കായത് കൊണ്ടല്ല. നേരെ മറിച്ച് ഉലമാക്കൾ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ നിന്നുള്ള അഫ്വ്, മാപ്പും അതേപോലെ തന്നെ പശ്ചാത്താപം സ്വീകരിക്കും എന്നത് അല്ലാഹു തആല അവന്റെ ഹക്കിൽ അറിയിച്ചിട്ടുണ്ട്. ആരാണ് അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നത്, അവൻ ആ അടിമയുടെ തൗബ അല്ലാഹു തആല സ്വീകരിക്കുമെന്ന് അല്ലാഹു തആല അള്ളാഹുവിന്റെ ഹക്കിൽ അറിയിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ കാര്യത്തിൽ. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചൊരുവൻ, ചീത്ത പറഞ്ഞൊരുവൻ, അവന്റെ കാര്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് അടങ്ങി, രണ്ട് കാര്യങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഒന്നാമത്തത് ശറഈ ആയിട്ടുള്ള കാര്യം, റസൂലിനെ ചീത്ത പറഞ്ഞു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അവൻ തൗബ ചെയ്താൽ അവന്റെ തൗബ സ്വീകരിക്കും. രണ്ടാമത്തത് വ്യക്തിപരമായിട്ടുള്ള കാര്യം, അദ്ദേഹം മുർസലീങ്ങളിൽപ്പെട്ടവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുർസലീങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു റസൂലിനെ ചീത്ത പറഞ്ഞാൽ അവന്റെ മേലെ വധശിക്ഷ എന്തായി, വാജിബായി. അങ്ങനെ അവൻ തൗബ ചെയ്തു കഴിഞ്ഞാൽ, തൗബ ചെയ്തതിനു ശേഷം അവൻ മുസ്ലിമാണെന്ന ധാരണയിൽ തന്നെ, മുസ്ലിമാണെന്ന വിധിയോടുകൂടി തന്നെ അവനെ കൊലപ്പെടുത്തും. അത് അവനുള്ള ശിക്ഷയാണ്. നേരെ മറിച്ച് അവൻ മുർത്തദായത് കൊണ്ടല്ല, നേരെ മറിച്ച് മുസ്ലിം തന്നെയാണ്. പക്ഷെ മുസ്ലിം ആയിരിക്കെ തന്നെ അവന്റെ മേലെ ദുനിയാവിലുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഖത്ലാണ്. ഈ അഭിപ്രായമാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു അഭിപ്രായം. പിന്നെ ചില ആളുകൾ ചോദിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹത്തെ ആക്ഷേപിച്ച പല ആളുകൾക്കും മാപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, അവരുടെ തൗബ സ്വീകരിച്ചിട്ടുണ്ടല്ലോ, അവരെ മോചിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഉജീബ് ഹാദ ബല ഹാദ സഹീഹ്, അത് തീർച്ചയായും ശരിയാണ്, സഹീഹായിട്ടുള്ളതാണ്. പക്ഷെ വ്യത്യാസം ലാക്കിൻ ഹാദ ഫി ഹയാത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സമയത്താണത്, അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴുള്ളതാണത്. അദ്ദേഹത്തിന്റെ വഫാത്തോടുകൂടി, മരണത്തോടുകൂടി വഖദ് അസ്ഖത ഹഖ്ഖുഹു, അദ്ദേഹത്തിന്റെ ഹക്ക് അവിടെ ഇല്ലാതായി. അമ്മ ബഅദ മൗതിഹി, പക്ഷേ റസൂലിന്റെ മരണശേഷം ഫലാ നദ്രി, അദ്ദേഹത്തിന്റെ ഹക്ക് അവിടെ ഉണ്ടോ അതല്ല അത് ഇസ്ഖാത്തായി വീണോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ നമ്മുടെ മേലെ വാജിബായിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ അവിടെ നടപ്പിലാക്കുന്നു. അതായത് റസൂലിനെ ചീത്ത പറഞ്ഞവരെ ആ വിധി അവന്റെ മേലെ നടപ്പിലാക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ആക്ഷേപിച്ച ആളുകൾക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഹയാത്തിന്റെ കാലത്ത്. അത് അദ്ദേഹത്തിന്റെ ഹക്കിൽപ്പെട്ടതാണ്, അദ്ദേഹത്തിന് മാപ്പ് നൽകാം, മാപ്പ് നൽകാതിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഹക്കില്ല, അദ്ദേഹത്തിന്റെ ഹക്ക് അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി തീർന്നു. പിന്നെ അത് നടപ്പിലാക്കേണ്ട ആളുകൾ വലിയുലംബ്രാണ്. അപ്പം അതുകൊണ്ട് അവരുടെ മേലെ വാജിബായിട്ടുള്ള കാര്യം അവർ നടപ്പിലാക്കുന്നു. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. قاله شيخ صالح العثيمين رحمه الله في القول المفيد. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഷർഹ് കിതാബ് തൗഹീദിന്റെ ഷർഹിൽ കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പം അല്ലാഹു തആലയെ സബ്ബ് ചെയ്തും അതേപോലെ തന്നെ റസൂലിനെ സബ്ബ് ചെയ്യുന്നതിനുള്ള വ്യത്യാസം ഹുക്കുമായി ബന്ധപ്പെട്ട വ്യത്യാസമാണ്. قال رحمه الله وقول الله تعالى ولئن سألتهم ليقولن إنما كنا نخوض ونلعب قل بالله وآياته إلى آخر الآية. ولئن سألتهم ليقولن إنما كنا نخوض ونلعب. അവരോട് നീ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവർ പറയും ഞങ്ങൾ തമാശ പറഞ്ഞ് കളിക്കുകയായിരുന്നു. ഖുൽ, നീ പറയുക ബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ ലാ തഅ്തദിറൂ ഖദ് ഗഫർതും ബഅദ ഈമാനിക്കും. അല്ലായ അപ്പോൾ നീ അവരോട് ചോദിക്കുക, അള്ളാഹുവിനെ കൊണ്ടാണോ അവൻ്റെ ആയത്തുകളെ കൊണ്ടാണോ അവൻ്റെ റസൂലിനെ കൊണ്ടാണോ നിങ്ങൾ തമാശയാക്കുന്നത്? ലാ തഅ്തദിറൂ, നിങ്ങൾ ഉദറുകളൊന്നും പറയണ്ട, ഖദ് ഗഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾ ഈമാനിന് ശേഷം നിങ്ങൾ കാഫിരീങ്ങളായിരിക്കുന്നു. ഈ ആയത്ത് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട സബബ് ഖാല അൻ ഇബ്നു ഉമർ വ മുഹമ്മദ് ഇബ്നു കഅബ് വ സയ്ദ് ഇബ്നു അസ്ലം വ ഖതാദ ദഖല ഹദീസ് ബഅദിഹിം ഫീ ബഅദ്. എല്ലാവരുടെ നിന്നുള്ള റിവായത്ത് ഒന്നിച്ചാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ചില റിപ്പോർട്ടർമാരെ റിപ്പോർട്ട് വേറെ റിപ്പോർട്ടർമാരുടെ റിപ്പോർട്ടിൽ കയറിയിട്ടുണ്ട്. ഇത് അഹ്ലുൽ ഇൽമിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതല്ല. അഹ്ലുൽ ഹദീസിന്റെ അടുക്കൽ, ഹദീസിന്റെ പണ്ഡിതന്മാർക്ക് അടുക്കൽ ഇത്തരത്തിലുള്ള ഹദീസുകൾ അവർ സ്വീകരിക്കുന്നതല്ല. അപ്പൊ ഇതിൽ ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ഹദീസ് മാത്രമാണ് സഹീഹായിട്ടുള്ളത്. ബാക്കി മുഹമ്മദ് ഇബ്നു കഅബ്, സയ്ദ് ഇബ്നു അസ്ലം, ഖതാദ ഇവരുടെ റിപ്പോർട്ടുകളെല്ലാം മുർസലാണ്, റസൂലിലേക്ക് എത്തുന്ന സനദല്ല. ഇത്തരത്തിലുള്ള ഹദീസുകൾ അതിനെ പറയുന്നത് തൽഫീഖ് എന്നാണ്. ലാ യുഖ്ബൽ ഇൻദ അഹ്ലുൽ ഹദീസ്, അഹ്ലുൽ ഹദീസിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഹദീസുകളല്ല. ഈ ബാബിൽ ഏറ്റവും സഹീഹായിട്ടുള്ള ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ഹദീസാണ്. അമ്മ അസറു മുഹമ്മദ് ഇബ്നു കഅബ് വ സയ്ദ് ഇബ്നു അസ്ലം വ ഖതാദ മുർസൽ. അന്നഹു ഖാല റജുലുൻ ഫീ ഗസ്വതി തബൂക്ക്, തബൂക്ക് യുദ്ധത്തിൽ വെച്ചൊരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു, മാ റഅയ്നാ മിസ്ല ഖുറാഇനാ ഹൗലാ, ഇതേപോലെയുള്ള ഖുറാകൾ, അത് ഖുർആൻ പാരായണം ചെയ്യുന്ന ഖാരിമാരാണ്, സഹാബികളെ ഉദ്ദേശിക്കുന്നത്. ഇതേപോലത്തെ ഖുറാകളെ ഞങ്ങൾ കണ്ടിട്ടില്ല. അർഗബ ബുത്തൂനൻ, ഈ വയറിനോട് അങ്ങേയറ്റം താല്പര്യമുള്ള, അതായത് ഭക്ഷണത്തോട് ഒരുപാട് ഭക്ഷണം കഴിക്കാൻ അങ്ങേയറ്റം താല്പര്യമുള്ള, വല അക്ദബ അൽ സുനൻ, ഇത്രയും നാവ് കൊണ്ട് കളവ് പറയുന്ന, വല അജ്ബന ഇൻദൽ ലിഖാ, ശത്രുവിനെ കണ്ട ഇത്രയും പേടിക്കുന്ന ഒരു ഖുറാകളെ നമ്മൾ കണ്ടിട്ടില്ല എന്ന് ഒരു വ്യക്തി പറഞ്ഞു. യാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബഹു അൽ ഖുറാ,
അവരെ ആ സംസാരം കൊണ്ട് ഉദ്ദേശിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും റസൂലിന്റെ ഖുറാകളായ അതായത് കാര്യമാരായിട്ടുള്ള റസൂലിന്റെ സഹാബത്തിനെയുമാണ്. ഫഖാല ലഹു ഔഫ് ബിൻ മാലിക്, ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഈ സംസാരം കേട്ടു. ഫഖാൽ കദബ്ത വലാകിന്നക മുനാഫിഖുൻ, നീ പറഞ്ഞത് കളവാണ്. റസൂലിന്റെ ഒരു സ്വഹാബിമാരും ഭക്ഷണക്കുതിയന്മാരല്ല, അങ്ങേറ്റം കളവ് പറയുന്നവരല്ല, ശത്രുവിനെ കണ്ടാൽ പേടിക്കുന്നവരുമല്ല. കദബ്ത വലാകിന്നക മുനാഫിഖ്, തീർച്ചയായും നീ ഒരു മുനാഫിഖാണ് എന്ന് ഔഫ് ബിൻ മാലിക് അയാളോട് പറഞ്ഞു. ലൗഖ്ബിറന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും ഞാനിത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കും. ഫദഹബ ഔഫ് ഇലാ റസൂലില്ലാഹി ലിയുഖ്ബിറഹു, അങ്ങനെ ഈ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കാൻ വേണ്ടി ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പോയി. ഫവജദ അൽ ഖുർആന ഖദ് സബഖഹു, പക്ഷേ അദ്ദേഹം അവിടെ വിവരം എത്തിക്കുന്നതിന് മുമ്പേ തന്നെ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവരം അറിയിച്ചിരുന്നു. ഫജാഅ ദാലിക റജുലു ഇലാ റസൂലില്ലാഹ്, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം അറിഞ്ഞുവെന്ന് ഈ സംസാരിച്ച വ്യക്തി അറിഞ്ഞപ്പോൾ റസൂലിന്റെ അടുക്കലേക്ക് ഇയാൾ വന്നു. വഖദ് ഇർതഹല വറകിബ നാഖതഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ മേലെ കയറിയിരിക്കുകയാണ്. فقال يا رسول الله إنما كنا نخوض ونتحدث حديث الركب نقتبه عن الطريق. ആ വ്യക്തി പറഞ്ഞു, ഞങ്ങള് ചില സംസാരങ്ങളിൽ ഏർപ്പെട്ട് തമാശയായിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു. قال ابن عمر كأني أنظر إليه متعلقا بنسعة ناقة رسول الله صلى الله عليه وسلم. ഈ വ്യക്തി റസൂലിന്റെ ഒട്ടകത്തിന്റെ ഈ കയറ് പിടിച്ചുകൊണ്ട് കടിഞ്ഞാൺ പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. وإن الحجارة تنكب رجليه وهو يقول إنما كنا نخوض ونلعب. ആള് മുട്ടുകുത്തി എന്നിട്ട് പറഞ്ഞു, തീർച്ചയായും ഞങ്ങള് തമാശ പറയുകയായിരുന്നു, അതായത് ഗൗരവത്തോടു കൂടി അങ്ങനെ സംസാരിച്ചതല്ല. فيقول له رسول الله صلى الله عليه وسلم أبالله وآياته ورسوله كنتم تستهزئون. അള്ളാഹുവിനെ കൊണ്ടാണോ, അള്ളാഹുവിന്റെ ആയത്തുകളെ കൊണ്ടാണോ, അവന്റെ റസൂലിനെ കൊണ്ടാണോ നിങ്ങൾ പരിഹസിക്കുന്നത്? ലാ തഅ്തദിറൂ ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങളുടെ ഈമാനിന് ശേഷം, നിങ്ങൾ മുഅ്മിനീങ്ങളായതിനു ശേഷം തീർച്ചയായും നിങ്ങൾ കാഫിരീങ്ങളായിരിക്കുന്നു. മാ യൽതഫിതു ഇലൈഹി വമാ യസീദു അലൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആ വ്യക്തിനെ ശ്രദ്ധിച്ചതുമില്ല, വേറെ ഒന്നും സംസാരിച്ചതുമില്ല. അപ്പൊ ഈ പറഞ്ഞ വ്യക്തി മുനാഫിഖാണോ അതല്ല മുഅ്മിനാണോ എന്ന കാര്യത്തിൽ ഉലമാക്കൾക്കിടയിൽ രണ്ട് അഭിപ്രായമുണ്ട്. ഇപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവരുടെ ഈമാനിന് ശേഷം അവർ കാഫിറുകളായിരിക്കുന്നു. അപ്പൊ ലാഹിറായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ആ വ്യക്തി ആദ്യം ആരായിരുന്നു? മുഅ്മിനായിരുന്നു, പിന്നെ മുനാഫിഖ്, പിന്നെ കാഫിറായി പോയി. അതാണ് ലാഹിറായിട്ട് അതിന്റെ അർത്ഥം. എന്നാൽ ചില ഉലമാക്കൾ പറഞ്ഞു ആ വ്യക്തി ഖാലിസായ കറകളഞ്ഞ മുനാഫിഖാണ്, കറകളഞ്ഞ മുനാഫിഖാണ് ആ സംസാരിച്ച വ്യക്തി. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ എന്തുകൊണ്ടാണ് അവിടെ അവന്റെ ഈമാനിന് ശേഷം അവരെ കാഫിറുകളായി പോയി എന്ന് പറഞ്ഞത്? കാരണം ലാഹിറായിട്ടുള്ളത് അവരുടെ ഈമാനാണ്, പുറമേക്ക് കാണുന്നത് ലാഹിറായിട്ടുള്ളത് ഈമാനാണ്. അപ്പൊ ആ കാര്യം കൊണ്ടാണ്, ആ കാര്യം പരിഗണിച്ചുകൊണ്ടാണ് അവിടെ ബഅദ ഈമാനിക്കും, അവരുടെ ഈമാനിന് ശേഷം അവർ കാഫിറുകളായി പോയി എന്ന് പറഞ്ഞത്. അതാണ് രണ്ടാമത്തെ ഒരു അഭിപ്രായം. മൂന്നാമത്തെ ഒരു അഭിപ്രായം, അവർ മുഅ്മിനീങ്ങളായിരുന്നു, വലാകിൻ ഈമാനുഹും ദഈഫ്, ഈമാൻ ദുർബലമായ മുഅ്മിനീങ്ങളാണ് അവര് എന്നാണ് വേറൊരു അഭിപ്രായം. അതുകൊണ്ട് ആ ദുർബലമായ ഈമാൻ ആയതുകൊണ്ടാണ് അള്ളാഹുവിനെയും റസൂലിനെയും ആയത്തുകളെയും കളിയാക്കുന്നതിൽ നിന്ന് അവരെ അവരുടെ ഈമാൻ തടയാതിരുന്നത്. കാരണം അവരുടെ ഈമാൻ അങ്ങേറ്റം ദഈഫായിരുന്നു. ഇതാണ് ഈ വിഷയത്തിലുള്ള മൂന്ന് അഭിപ്രായങ്ങൾ. ഈ വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലിന്റെ സ്വഹാബത്തിനെയുമാണ് ഇവിടെ പരിഹസിച്ചത്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ പരിഹസിക്കുന്നത് പോലെയാണ്.
കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് റസൂലിനെ അയച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുർസലാണ്. ഒരു ആരെങ്കിലും ഒരു മുർസലിനെ പരിഹസിച്ചാൽ അവൻ മുർസിലിനെ പരിഹസിക്കുന്ന പോലെയാണ്. മുർസിൽ അള്ളാഹുവാണ്, അള്ളാഹുവാണ് അയച്ചത്. അയക്കപ്പെട്ട വ്യക്തിയെ പരിഹസിച്ചാൽ അത് അയച്ച ആളെ പരിഹസിക്കുന്ന തുല്യമാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തി പരിഹസിച്ചു, അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള പരിഹാസമാണ്, കളിയാക്കലാണ്. അതേപോലെ ആരാണ് ഖുർആനിനെ പരിഹസിക്കുന്നത്, കളിയാക്കുന്നത്, അത് അള്ളാഹുവിനെ പരിഹസിക്കുന്നത് പോലെയാണ്. കാരണം അള്ളാഹു തആലയാണ് ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. അപ്പോ മുൻസലായ ഖുർആനിനെ പരിഹസിക്കുന്നത് മുൻസിലായ അള്ളാഹുവിനെ പരിഹസിക്കുന്നത് പോലെയാണ്. വമിൻ ഇസ്തഹ്സഅ ബിദ്ദീൻ ഫഖദ് ഇസ്തഹ്സഅ ഫിൽ മുശർരി' ലിഹാദ ദീൻ. ഒരു വ്യക്തി ദീനിനെ പരിഹസിച്ചാൽ ആ ദീനിനെ ആരാണോ നിയമമാക്കിയത് അവനെ പരിഹസിക്കുന്നത് പോലെയാണ്, അള്ളാഹുവിനെ പരിഹസിക്കുന്ന പോലെയായി. ആ ദീന് ആരാണ് ശറഅക്കിയത്? അള്ളാഹുവാണ്. അപ്പൊ ആ ഇസ്ലാമിനെ ആര് പരിഹസിച്ചോ അവൻ അള്ളാഹുവിനെ പരിഹസിച്ചു. ഇദൻ അൽ ഇസ്തിഹ്സാഅ കുഫ്റുൻ വനാഖിദുൻ മിൻ നവാഖിദി തൗഹീദ് കമാ സബഖ മഅനാ ഫി നവാഖിദിൽ ഇസ്ലാം. ഇപ്പൊ നമ്മൾ നവാഖിദുൽ ഇസ്ലാമിന് മുമ്പ് അത് വളരെ വിശാലമായി പറഞ്ഞിട്ടുണ്ട്. തൗഹീദിനെ നഖ്ദ് ചെയ്യുന്നതാണ്, ഇസ്ലാമിനെ നഖ്ദ് ചെയ്യുന്നതാണ് ഇസ്ലാമിനെ പരിഹസിക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഇമാം നജ്ദി റഹ്മഹുല്ലാഹ് കിതാബു തൗഹീദിൽ ഈ ബാബ് കൊണ്ടുവരാനുള്ള കാരണം. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉദ്ർ സ്വീകരിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന ആളുകളുടെ ഉദ്ർ ഒഴികഴിവ് സ്വീകരിച്ചില്ല. അവർ പറഞ്ഞു കുന്നാ നഖൂദു വനൽഅബ്. അതും തൗബ സ്വീകരിക്കുന്നത് തമ്മിൽ എന്താണ് വ്യത്യാസം? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അള്ളാഹുവിന്റെ സബ് ചെയ്ത അല്ലെങ്കിൽ ചീത്ത പറഞ്ഞു, അള്ളാഹുവിന്റെ ദീനിന്റെ ചീത്ത പറഞ്ഞു, റസൂലിന്റെ ചീത്ത പറഞ്ഞു, തൗബ സ്വീകരിക്കും. തൗബ സ്വീകരിക്കും മൊത്തത്തിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. അവന്റെ തൗബ സത്യസന്ധമായ തൗബയാണെങ്കിൽ തൗബ സ്വീകരിക്കും. പക്ഷെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ലാ തഅ്തദിറു, നിങ്ങൾ ഉദ്റൊന്നും പറയണ്ട, ഖദ് കഫർതും ബഅദ ഈമാനിക്കും. എന്താണ് വ്യത്യാസം? രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഈ ആളുകൾ എന്ത് ചെയ്തിട്ടില്ല? തൗബ ചെയ്തിട്ടില്ല. നേരെ മറിച്ച് അവർ ചെയ്ത തെറ്റിന് ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, ഉദ്ർ പറയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ യഥാർത്ഥത്തിൽ അവർ തൗബ ചെയ്തോ? തൗബ ചെയ്തിട്ടില്ല. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി, ഞങ്ങൾ തൗബ ചെയ്യുന്നു. നേരെ മറിച്ച് ഉദ്ർ പറയാ ചെയ്തത്. ചെയ്ത തെറ്റിന് ഒഴിവഴിവ് പറയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു വ്യക്തി പറയാണ് അന ഖുൽതു മുഖ്തിയാൻ വലാ അതൂബു ഇലല്ലാഹ്, ഞാൻ ചെയ്ത തെറ്റായി പോയി, ഇപ്പൊ ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നു എന്നൊരു വ്യക്തി പറഞ്ഞാൽ അത് തൗബയാണ്. വേറൊരാൾ പറയാണ് ആ വ്യക്തിയുടെ തൗബ എന്ത് ചെയ്യും? സ്വീകരിക്കും. ആ വ്യക്തിയുടെ തൗബ അംഗീകരിക്കും. കാരണം ആ വ്യക്തി തെറ്റ് സമ്മതിച്ചു, അവൻ തെറ്റ് സമ്മതിച്ചു. നേരെ മറിച്ച് രണ്ടാമത്തെ ഒരാൾ പറയാണ് ഈ തെറ്റ് ചെയ്തതിനെ സംബന്ധിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അന കുൻതു കഥാ കഥ, ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് സംസാരിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ സംസാരിച്ചു പോയതാണ്, അവിടെ ഞാൻ അത് ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ ആ വ്യക്തി തെറ്റ് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവന് തൗബയില്ല, തൗബ ചെയ്യുന്നതല്ല. ഇതാണ് ഈ ആയത്തിന്റെ കാര്യത്തിലുള്ളത്. അവര് തൗബ ചെയ്തിട്ടില്ല. നേരെ മറിച്ച് അള്ളാഹുവിനോട് ചെയ്ത കാര്യത്തിൽ ഉദ്ർ പറയുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അവർ തെറ്റ് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖദ് കഫർതും ബഅദ ഈമാനിക്കും. നേരെ മറിച്ച് ഒരു വ്യക്തി തെറ്റ് സമ്മതിച്ച് തൗബ ചെയ്യുകയാണെങ്കിൽ തൗബ സ്വീകരിക്കും. അല്ലാഹുവിനെയും അവന്റെ ദീനിനെയും പരിഹസിക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തി, ഒരു മുസ്ലിം അങ്ങേയറ്റം ജാഗ്രതയുള്ള ആളായിരിക്കും. താടിയെ പരിഹസിക്കുക, അതുപോലെ നമസ്കരിക്കുന്ന ആളുകളെ പരിഹസിക്കുക, നോമ്പിനെ പരിഹസിക്കുക, ഹജ്ജിനെ പരിഹസിക്കുക, ഉംറയെ പരിഹസിക്കുക, ദീനിന്റെ ഏതെങ്കിലും ഷായിറകളിൽപ്പെട്ട ഷായിറത്തിനെ പരിഹസിക്കുക, ദീനിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ചിഹ്നത്തെ പരിഹസിക്കുക, ഹജ്ജിനെ പരിഹസിക്കുക, അത് മുസ്ലിമീങ്ങളുടെ വസ്ത്രങ്ങളെ പരിഹസിക്കുക, അറബി ഭാഷയെ പരിഹസിക്കുക. അറബി ഭാഷയെ പരിഹസിക്കുക അത് കുഫറാണ്. ഏതർത്ഥത്തിൽ? അള്ളാഹുവിന്റെ ഖുർആൻ ഇറക്കപ്പെട്ട ഭാഷയാണെന്ന ധാരണയിൽ ആ ഒരു കാര്യം വെച്ചുകൊണ്ട് ആരെങ്കിലും അറബി ഭാഷയെ പരിഹസിച്ചാൽ അവൻ കാഫിറാണ്. അതുപോലെ ദീനിന്റെ ആളുകളെ പരിഹസിക്കുക,
ഖുർആനിന്റെ ആളുകളെ പരിഹസിക്കുക, അഹ്ലുസുന്നത്തിനെ പരിഹസിക്കുക, അഹ്ലുസ് സ്വലാഹിനെ പരിഹസിക്കുക, അതാ കുഫ്റുണ്ട്. ഇനി ചില ആളുകൾ വ്യക്തികളെ പരിഹസിക്കുകയാണെങ്കിൽ വ്യക്തികളുടെ പോരായ്മ, അവരുടെ മോശമായ സ്വഭാവം, മോശമായ ഇടപാടുകൾ, സംസാരം, അതിന്റെ പേരിലാണ് വ്യക്തികളെ പരിഹസിക്കുന്നതെങ്കിൽ വഹാദ ഹറാം മഅസിയ വലൈസ ബികുഫ്ർ, അത് ഹറാമാണ്, മഅസിയത്താണ്, കുഫ്റല്ല. ചില അഹ്ലുസുന്നയിൽപ്പെട്ട ആളുകൾ തന്നെ അവരുടെ സ്വഭാവത്തിന്റെ പേരിൽ ചില ആളുകൾ പരിഹസിക്കും, അവരുടെ വ്യക്തിപരമായ സ്വഭാവത്തിന്റെ പേരിൽ പരിഹസിക്കും, മോശമായ സംസാരത്തിന്റെ പേരിൽ അവരെ പരിഹസിക്കും, അത് ഹറാമാണ്, കുഫ്റല്ല. നേരെ മറിച്ച് അവരുടെ ദീനിന്റെ പേരിലാണ് അവരെ പരിഹസിക്കുന്നതെങ്കിൽ അത് കുഫ്റായി തീരും. അപ്പൊ പരിഹാസം എന്നുള്ളത് യഹൂദികളുടെയും മുശ്രിക്കീങ്ങളുടെയും സിഫത്തിൽപ്പെട്ടതാണ്. ദീനിന്റെ പേരിൽ ആളുകളെ പരിഹസിക്കുക എന്നുള്ളത് യഹൂദികളുടെ സിഫത്തിൽപ്പെട്ടതാണ്, മുശ്രിക്കീങ്ങളുടെ സിഫത്തിൽപ്പെട്ടതാണ്. അതേപോലെ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെ സിഫത്തിൽപ്പെട്ടതാണ്, മുനാഫിക്കുകളുടെ സിഫത്തിൽപ്പെട്ടതാണ് ദീനിന്റെ പേരിൽ ആളുകളെ പരിഹസിക്കുക. അപ്പോൾ ദീനിന്റെ പേരിൽ ആളുകൾ പരിഹസിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവൻ യഹൂദികളോടും അതുപോലെ മുനാഫിക്കുകളോടും മുശ്രിക്കീങ്ങളോടും തശബ്ബുഹ് സാദൃശ്യമുള്ളതാണ്. വമാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. ഏതൊരു റസൂൽ അവരുടെ അടുക്കൽ ചെന്നാലും അവർ അദ്ദേഹത്തെ പരിഹസിക്കാതിരുന്നിട്ടില്ല. ഇതായിരുന്നു മുശ്രിക്കീങ്ങളുടെ അവസ്ഥ. വമാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. ദീനിന്റെ പേരിലുള്ള പരിഹാസം അത് യഹൂദികളുടെ സിഫത്തിൽപ്പെട്ടതാണ്, മുനാഫിക്കീങ്ങളുടെ സിഫത്തിൽപ്പെട്ടതാണ്, മുശ്രിക്കീങ്ങളുടെ സിഫത്തിൽപ്പെട്ടതാണ്. അപ്പൊ അധികവും ഖൽബ് കൊണ്ടുള്ളതാണ് പരിഹാസം എന്ന് പറയുന്നത്. ഖൽബിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ് അധികവും പരിഹാസം. ചിലപ്പോ അവയവങ്ങളെ കൊണ്ട് സംഭവിക്കാം, കണ്ണുകളെ കൊണ്ട് സംഭവിക്കാം, കൈകളെ കൊണ്ട് സംഭവിക്കാം. ഇപ്പൊ ഒരു വ്യക്തി അവന്റെ ഖൽബിൽ ഇസ്ലാമിനെ കുറിച്ച് മോശമായി കൊണ്ട് പരിഹസിക്കുക, ഇതെന്ത് ദീനാണ്, അല്ലെങ്കിൽ ഇത് തമാശയാണ്, അല്ലെങ്കിൽ തശദ്ദുദാണ് എന്ന് അവന്റെ ഹൃദയത്തിൽ മനസ്സുകൊണ്ട് അതിനെ കളിയാക്കിയും പരിഹസിച്ച് ചെയ്താൽ കാഫിറായി തീരും. കാരണം അവൻ അള്ളാഹുവിന്റെ ദീനിനെയാണ് അവിടെ ഇകഴ്ത്തിയിട്ടുള്ളത്. ഇപ്പൊ ഒരു വ്യക്തി അത് നാവ് കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അതിനേക്കാളും ഗുരുതരമായതാണ്. ഇലാഹുന സുബ്ഹാനക ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഖാല അൽ ഇമാം അൻ-നജ്ദി